നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കൂടുതൽ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിലാണ് നാം തികച്ചും ഒറ്റയ്ക്കാണ് എന്ന സത്യം പലരും മനസ്സിലാക്കുന്നത്. എല്ലായ്പ്പോഴും ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നവർ, അതായത് സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവർ സമൂഹത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകാറുണ്ട്. നമുക്ക് വില തരാത്തവരും നമ്മെ മനസ്സിലാക്കാത്തവരും ചതിക്കുന്നവരുമായ ആളുകളുടെ ഒപ്പം നിൽക്കുന്നതിലും നല്ലത് ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് തന്നെയാണ്. നാം വളരെയധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിരുന്ന വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ ലഭിക്കുമ്പോഴാണ് ഇതിലും നല്ലത് ഒറ്റപ്പെട്ട് ജീവിക്കുന്നതാണ് എന്നതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന തോന്നലിൽ ജീവിക്കുന്നവർ ആരും ആദ്യം മുതലേ അത് സ്വയം ആഗ്രഹിച്ചും ആസ്വദിച്ചും ചെയ്യുന്നതല്ല. അവരും ജീവിതത്തിൻ്റെ തുടക്കത്തിൽ എല്ലാവരുമായി ഇടപഴകി ജീവിച്ചിരുന്നവരോ അല്ലെങ്കിൽ അതിന് ശ്രമിച്ചിരുന്നവരോ ആയിരിക്കും. എന്നാൽ പല കാരണങ്ങൾ മൂലം അവർക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ തിരിച്ചുണ്ടാവുകയും അതിൻ്റെ ഫലമായി ഈയൊരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്തതായിരിക്കും. നമ്മെ സ്നേഹിക്കുവാനോ വേണ്ട ശ്രദ്ധ നൽകുവാനോ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോവുക എന്നത് വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ്. എങ്കിലും എല്ലാവരും സ്വന്തം ജീവിതത്തിൽ പല സമയങ്ങളിലായി ഈ അവസ്ഥകളിൽ കൂടി കടന്നു പോയിട്ടുണ്ടാകും. അതായത്, ഒറ്റയ്ക്കായിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിനു മുൻപ് നിങ്ങളുടെ കൂടെ ആരൊക്കെയോ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ മൂലം അല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങൾ കാരണം അവരാരും തന്നെ നിങ്ങളോടൊപ്പമില്ല. ഇങ്ങനെയുള്ളവരാണ് ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നതിൽ ഒരു കൂട്ടം ആളുകൾ. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. നാം നോക്കുമ്പോൾ അവരുടെ ചുറ്റിലും അവർക്ക് വേണ്ടപ്പെട്ടവർ പലരും ഉള്ളതായി കാണുവാൻ കഴിയും. മറ്റുള്ളവരുടെ മുൻപിൽ അവർ വളരെ സന്തോഷത്തോടെയായിരിക്കും പെരുമാറുന്നത്. എന്നാൽ അവരുടെ ഉള്ളിലെ വിഷമങ്ങൾ പറയുവാനോ അവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കുവാനോ കഴിയുന്ന, അല്ലെങ്കിൽ അവർക്ക് പൂർണ്ണമായും വിശ്വസിക്കുവാൻ കഴിയുന്ന, യഥാർത്ഥമായി അവരെ സ്നേഹിക്കുന്ന ആരും തന്നെ ആ ചുറ്റിലും നിൽക്കുന്നവരിൽ ഉണ്ടാവുകയില്ല. അത് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ വലിയ ആൾക്കൂട്ടത്തിൽ മനസ്സുകൊണ്ട് അവർ തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും. ഇനി വേറെയും ചിലരുണ്ട്. ഈ ഭൂമിയിൽ ജനിച്ച് വീണപ്പോൾ മുതൽ ആരുമില്ലാതെ ആയവർ. ഈ ലോകത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ഒന്നും തിരിച്ചറിയാനാകാത്ത പ്രായം മുതൽ സ്വന്തം ജീവൻ നിലനിർത്തുവാനായി, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായി ഈ ലോകത്തോട് ഒറ്റയ്ക്ക് പൊരുതുന്നവർ. അതിനാൽ നാം ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ആവുകയോ അങ്ങനെയൊരു തോന്നലിൽ ജീവിക്കേണ്ടി വരികയോ ചെയ്യുമ്പോൾ, ആ അവസ്ഥ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുമ്പോൾ അവിടെ തളർന്നു പോകാതെ സമൂഹത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ മനസ്സിലാകും, നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളെക്കാളും വളരെ ദയനീയമായ അവസ്ഥയിൽ കൂടി സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ നമ്മെപ്പോലെയുള്ള നിരവധി ആളുകൾ നിറഞ്ഞതാണ് ഈ ലോകമെന്ന്. ഈ സത്യത്തെ അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നതാണ്. ഈ ലോകത്തിലേക്ക് ജനിച്ചു വീണതും ഇവിടെ നിന്നും എന്നേക്കുമായി തിരിച്ചു പോകേണ്ടതും ഒറ്റയ്ക്കാണ് എന്ന സത്യത്തെ എപ്പോഴും ഓർക്കുക. അതിൻ്റെ ഇടയിൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന കുറച്ച് വർഷങ്ങൾ മാത്രമാണ് നമുക്കുള്ളത്. ആ കാലഘട്ടത്തിൽ ഓരോ സമയങ്ങളിലായി പലരും നമ്മളിലേക്ക് എത്തിച്ചേരും. അവരിൽ ചിലർ നമ്മോടൊപ്പം അവസാനം വരെ കാണും. എന്നാൽ മറ്റു പലരും പല സമയങ്ങളിലായി പല കാരണങ്ങളാൽ നമ്മളിൽ നിന്നും പിരിഞ്ഞു പോകും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒറ്റയ്ക്കായിപ്പോയി എന്ന് തോന്നുവാൻ കാരണമായത് എന്തു തന്നെയായാലും, അത് ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും സഹോദരങ്ങളായാലും മാതാപിതാക്കളായാലും ഇനി സ്വന്തം മക്കളായാലും, അവരെയൊന്നും നിങ്ങൾ ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ കൂടെ കൊണ്ടുവന്നതല്ല. നിങ്ങൾ ജനിച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ലഭിച്ച ബന്ധങ്ങളാണ് അവയെല്ലാം. ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും പോവുകയും ചെയ്യും. അത് എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു സാധാരണ കാര്യം മാത്രമാണ്. അതിനാൽ വരുന്നവർ വരട്ടെ, പോകുന്നവർ പോകട്ടെ, അവരെ തടയുവാനോ അതിൽ വിഷമിക്കുവാനോ നിൽക്കരുത്. കാരണം പോകുവാൻ തീരുമാനിക്കുന്നവർ എന്നാണെങ്കിലും പോയിരിക്കും. എന്നാൽ ഇതൊന്നും നിങ്ങളെ ബാധിക്കാതെ ഇരിക്കുവാൻ നോക്കുക. നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ താക്കോൽ മറ്റുള്ളവർക്ക് കൊടുക്കാതെ നിങ്ങളുടെ കയ്യിൽ തന്നെ വയ്ക്കുക. അതായത്, നിങ്ങളെ സ്നേഹിക്കുവാനും ശ്രദ്ധിക്കുവാനും ആരുമില്ലെങ്കിലും ഇതിനെല്ലാമായി നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഉണ്ടെന്ന തിരിച്ചറിവിലേക്ക് നിങ്ങളുടെ മനസ്സിനെ എത്തിക്കുക. എന്നിട്ട് സ്വയം സ്നേഹിച്ചു തുടങ്ങുക. ഈ ഒറ്റപ്പെടലിനെ എങ്ങനെ നമുക്ക് ഗുണകരമാക്കി എടുക്കാം എന്നതിനെക്കുറിച്ചാണ് നാം പഠിക്കേണ്ടത്. ഈ ഒരവസ്ഥയിലായിരിക്കുന്ന വ്യക്തിക്ക് വളരെയധികം സമയം ലഭിക്കുന്നതാണ്. കാരണം അവർക്ക് മറ്റാർക്കും വേണ്ടി യാതൊന്നും ചെയ്തു കൊടുക്കേണ്ടതായി വരുന്നില്ല. അതിനാൽ ആ സമയം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക.
അവനവനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുക. നിങ്ങളുടെ കുറവുകളും കഴിവുകളും എന്തൊക്കെയാണെന്ന് സ്വയം പഠിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, മുന്നോട്ടുള്ള ജീവിതം, അതിനു വേണ്ടുന്ന കാര്യങ്ങൾ, അങ്ങനെ സ്വന്തമായിട്ട് നടത്തിയെടുക്കേണ്ടുന്ന ആവശ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവ നേടിയെടുക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആരോഗ്യം, സൗന്ദര്യം, ഉന്മേഷവും സമാധാനവും നൽകുന്ന യാത്രകൾ, യോഗ, ധ്യാനം, നൃത്തം, കൃഷി, ജോലി, അങ്ങനെ നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന, എന്നാൽ മറ്റുള്ളവർക്ക് ദോഷം സംഭവിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒറ്റപ്പെട്ട അവസ്ഥയെ ഒരു അവസരമാക്കിയെടുത്ത് ആ സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നന്മകൾക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് സന്തോഷവും സമാധാനവും ആത്മവിശ്വാസവും ലഭിച്ചു തുടങ്ങും. അങ്ങനെ സ്വയം സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ജീവിതം ആസ്വദിച്ചു തുടങ്ങും. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് നിങ്ങളുടെ മനസ്സിന് പുതിയൊരു ധൈര്യം പകരും. ആ ധൈര്യം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു ശക്തി പകർന്നു തരുന്നതാണ്. അങ്ങനെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഒറ്റപ്പെടൽ എന്ന അവസ്ഥയിൽ നിന്നും, ആ തോന്നലിൽ നിന്നും സ്വയം അറിയാതെ നിങ്ങൾ പുറത്തു കടന്നിരിക്കും.